ഞാൻ എളുപ്പത്തിലൊരു ചവിട്ടി തയ്ക്കാവുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാം. നമ്മൾ 2 പീസ് എടുക്കുക കേട്ടോ. 2 പീസ് എടുക്കുക, അടിയിലും മുകളിലും വെക്കുക. എന്നിട്ട് നീളത്തിലിങ്ങനെ ഇടവിട്ടിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇടവിട്ടിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിനിടയിലൂടെ നമ്മൾ കത്രി വെച്ചിട്ട്, അപ്പോൾ ഞാൻ കത്രി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കത്രിക വെച്ചിട്ട് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഹോൾ കണ്ടോ, നമ്മളിങ്ങനെ ഇടയിൽ തേച്ച് വെച്ചിട്ടില്ലേ, ഈ ഒരു ഹോളിലൂടെ ഇങ്ങനെ അങ്ങ് കയറ്റി പോകുക കേട്ടോ. അപ്പോൾ കത്രിക ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറ്റി പോകാം. പിന്നെ സൂചി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ തലവര അങ്ങ് എടുത്തിട്ട് വെക്കുക. അങ്ങനെ എല്ലാ ഹോളിലൂടെയും ഇതിലൂടെ ഞാൻ കത്രികേണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുണിയുടെ പീസ് പിടിച്ചിട്ട് അങ്ങനെ കയറ്റി കൊടുക്കണം. നമുക്ക് വേസ്റ്റ് തുണിയെല്ലാം എടുക്കാം കേട്ടോ, വെട്ട് കഷ്ണങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ഫുള്ളായിട്ടും കയറ്റി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ വരുന്ന പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരെണ്ണമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ചതുരത്തിൽ അങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്ലീനാവും. ഇത് നമുക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കള്ളിയാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് അങ്ങനെ തയ്ച്ച് കൊടുത്തിക്കണം. ഇത് ഫുള്ളാക്കിയിട്ട് കാണിക്കാം. ഞാൻ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഷാളിൻ്റെ ഒരു പീസാണ്. ഇപ്പോൾ ഇത് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്യുക, വീതിക്കനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇനി താഴോട്ടും മുകളിലോട്ടും മടക്കി വെച്ചിട്ട് ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഈ സൈഡിൽ കൊടുത്തങ്ങ് 4 ഭാഗം അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കലും അടിക്കലും കൂടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചവിട്ടി തുന്നി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിന് സൈഡ് ഭാഗത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇസ്തിരി ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ തുണി ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചുളിയൊന്നും ഉണ്ടാവില്ല. ഇത് പഴയ കുട്ടികളുടെ ടോപ്പ് വെച്ചിട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വെച്ചിട്ടും ലെഗിൻസ് വെച്ചിട്ടും എന്ത് വേണമെങ്കിലും ഷർട്ട് വെച്ചിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കോട്ടൺ ആവണം, ഈ അടിയിൽ വരുന്ന തുണി കോട്ടൺ ആവണം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കാലൊരക്കുന്ന സമയത്ത് വെഴുതി പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 സൈഡിലും ഒരേപോലെ എടുത്താൽ മതി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചവിട്ടിയാണ് കേട്ടോ. നമുക്ക് അടുക്കള പുറത്തും അതുപോലെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്